ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് അറഫ സംഗമം. തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങളുടെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മിനായിലെ താമസത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. ഇന്നാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഹജ്ജിൻ്റെ മർമ്മപ്രധാനമായ കർമ്മമാണ് അറഫ സംഗമം. ഇതിനായി ഇന്നലെ രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തീർത്ഥാടകർ അറഫയിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് കടക്കും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്ന് രാവിലെയോടെ തന്നെ മിനായിൽ നിന്ന് അറഫയിൽ എത്തിച്ചേർന്നു. ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കിയ ബസ്സുകളിലും അതോടൊപ്പം തന്നെ മെട്രോയിലുമാണ് തീർത്ഥാടകർ അറഫയിൽ എത്തിച്ചേർന്നത്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിലെ ടെൻറ്റുകളിൽ അതോടൊപ്പം തന്നെ നമിറ പള്ളിയിലും ജബുൽ റഹ്മ മലയിലുമൊക്കെയായി തീർത്ഥാടകർ പ്രാർത്ഥനകളും പാപമോചന പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി അറഫയിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി തീർത്ഥാടകർ മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും കഴിയുക. അറഫയിലെ പോലെയോ മിനായിലെ പോലെയോ ടെൻറ്റുകൾ മുസ്ദലിഫയിൽ ഇല്ല. മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്ത് തീർത്ഥാടകർ കഴിയും. ഇന്ന് മുസ്ദലിഫയിൽ തീർത്ഥാടകർക്ക് രാത്രി നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മം നാളെ മുതൽ മിനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുക എന്നതാണ്. 4 ദിവസങ്ങളിലായി 3 ജംറകളിൽ എറിയാനുള്ള 70ഓളം കല്ലുകളാണ് ഇന്ന് മുസ്ദലിഫയിൽ നിന്നും തീർത്ഥാടകർ രാത്രി ശേഖരിക്കുക. നാളെയാണ് മിനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. ഇതിനായി നാളെ രാവിലെയോടുകൂടി തീർത്ഥാടകർ മിനായിൽ എത്തിച്ചേരും. പ്രധാനപ്പെട്ട ജംറയായ 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറയായ ജംറത്തുൽ അഖബയിലാണ് നാളെ തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുക. 7 കല്ലുകളാണ് തീർത്ഥാടകർ ഈ ജംറയിൽ എറിയുക. അതിനുശേഷം വിശുദ്ധ മക്കയിൽ പോയി തവാഫ് ചെയ്യുകയും മുടിയെടുക്കുകയും ബലി നൽകുകയും അതോടൊപ്പം തന്നെ ഇഹ്റാമിൻ്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കുകയും ചെയ്യും. അതിനുശേഷം മിനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തുന്ന തീർത്ഥാടകർ തുടർന്നുള്ള 3 ദിവസങ്ങളിലും മിനായിൽ താമസിച്ച് 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അറഫയിലും അതോടൊപ്പം തന്നെ മിനായിലുമൊക്കെ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇന്ത്യൻ തീർത്ഥാടകർക്കും ഒക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹമാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരൊക്കെ വളരെ സുരക്ഷിതമായി സമാധാനപരമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.